ചോരയും ചലവും ഇറ്റുവീഴുന്ന മുറിവ്, പുഴുക്കൾ ഞുളയ്ക്കുന്ന വ്രണങ്ങൾ, വിലാപങ്ങളുടെ വേലിയേറ്റങ്ങൾക്ക് നടുവിൽ പിഴുതെറിയപ്പെട്ടവരുടെ ആർത്തനാദം കേട്ട് ഉറക്കം ഞെട്ടിയ രാവുകൾ, നിർധനരും ആലംബഹീനരും വലിച്ചെറിയപ്പെട്ടവരുമടങ്ങുന്ന ഈ നികൃഷ്ട ലോകത്തിലേക്ക് സോമനസാലെ ഇറങ്ങിപ്പുറപ്പെട്ട സന്തോഷ്. ഇന്ന് ഈ ജീവിതം അർത്ഥപൂർണമാകുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ്. അടർന്നിടറിപ്പോകുന്ന ജീവിത ബന്ധങ്ങളുടെ നിലവിളി കേൾക്കാത്ത ലോകത്ത് ഉറ്റവരും ഉടയവരുമായി ഇവരുണ്ട് ഇവിടെ. മകനായി, മകളായി, അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി. പിറന്നു വീണ അന്ന് തൊട്ട് താരാട്ടുപാടിയും കൈവിരൽ തുമ്പിൽ തൂങ്ങിയും നടന്ന പൊന്നോമന മക്കൾ, മക്കൾ വലിച്ചെറിഞ്ഞ മാതാപിതാക്കൾ. തെരുവുമക്കൾ, ഉപേക്ഷിക്കപ്പെട്ട മനോരോഗികൾ, ഈ സമൂഹത്തിലെ വലിച്ചെറിയപ്പെട്ടവർക്കായി ഒരു ഭവനമൊരുക്കി ഇയാൾ കാവലിരിക്കുന്നു. അതിനൊക്കെ കൂട്ടായി ഇവൾ വെറോനിക്ക. കറുത്ത മേഘങ്ങൾ ഈ മനുഷ്യജീവിതങ്ങളുടെ മേൽ പെരുമഴയായി പെയ്തിറങ്ങിയ നാളുകളിൽ, ഒരു പോക്കിടമില്ലാതെ വിജനമായ വഴിയോരങ്ങളിൽ തലചായ്ച്ചുറങ്ങിയ ദിനരാത്രങ്ങൾ, മാനസിക വിഭ്രാന്തിയുടെ ആഴക്കടലുകളിൽ കരയേതെന്നറിയാതെ ഉഴറി നടന്നവർ, ഉറ്റവരേതെന്നോ ഉടയവരേതെന്നോ അറിയാതെ മാനസിക ചേതനയറ്റവർ, ചതിക്കുഴികളിലൂടെ അമ്മയാകാൻ വിധിക്കപ്പെട്ടവരുടെ പരിഭ്രാന്തി നിറഞ്ഞ വ്യാകുലത, അശരണർ, നിരാശർ, നിരാലംബർ, ലോകത്തിന്റെ ക്രൂദ്ധനോട്ടത്തിനു മുൻപിൽ ചകിതിരാവുന്ന ഒരു പറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ദൈവം നിയോഗിച്ച സന്തോഷിന്റെ കരങ്ങളുടെ കരുത്തായി ഇന്ന് മിനിയും കൂടെയുണ്ട്. ഇവരൊരുക്കുന്ന ശാന്തിയുടെ ഈ സദനത്തിന്റെ പേര് മരിയാ സദനം. കാലം ഇവരെ വലിച്ചെറിഞ്ഞതാണ്. പക്ഷേ ഉടയ്ക്കപ്പെടുന്നതിനു മുമ്പ് ദൈവകരം ഇവരെ കോരിയെടുത്ത് ഈ ഭവനത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു. വേദനമുറ്റുന്ന ഹൃദയവ്രണങ്ങൾക്കുമേൽ ശാന്തിയുടെ സ്വർഗീയ തൈലം പുരട്ടി സമാശ്വാസത്തിന്റെ സങ്കീർത്തനമാലപിച്ച് പുതിയ ശാന്തി ജീവിതത്തിന്റെ വൃന്ദാവനത്തിൽ ഇവരെ കുടിയിരുത്തുന്നു. കഴിഞ്ഞ കാലത്തിന്റെ ഹൃദ്യമായ ഓർമ്മകൾ ഒരു നോവുകാലത്തിന്റെ ഗദ്ഗതമായി ഇവരുടെ ഉള്ളിൽ ചുരമാന്തുന്നു. താൻ വെച്ചു വിളമ്പിയ അടുക്കള,
താൻ താരാട്ടുപാടിയ അകത്തളങ്ങൾ, താൻ ഉറങ്ങി ഉണർന്ന തൻ്റെ വീട് ഓർമ്മത്തളത്തിലെ നീറ്റലായി ഇന്ന് മനോമുകുരത്തിൽ ഉണരുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ ഇവർ കൊതിക്കുന്നു. പക്ഷേ ഈ മിഴിനീർ കണങ്ങൾ ഭൂമിയിൽ പതിക്കാൻ അനുവദിക്കാതെ ഈ അമ്മ അത് കരങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റുന്നു. ഒരു സാന്ത്വനമായി കൂടെ നിൽക്കുന്നു. സ്നേഹവാത്സല്യത്തിൻ്റെ അതിർവരമ്പുകൾക്ക് വിഹായുസിൻ്റെ അറ്റം വരെ പോകാൻ കഴിയുമെന്ന് തെളിയിച്ച് ഇവർക്കായി ഇവർ കാവലിരിക്കുന്നു. ചിതറിയ ഓർമ്മകളെ പിൻവിളിച്ച് തിരക്കുകളുടെ ഏകാഗ്രതയിലേക്ക് ഇവരെ വ്യാപൃതരാക്കുന്നു. മര്യാദസ്ഥാനത്തിൻ്റെ മറ്റൊരു സംരംഭമാണ് മെഴുകുതിരി യൂണിറ്റ്. പുറത്തുനിന്ന് ഒരു ചേട്ടൻ വന്ന് ആദ്യം ഇവരെല്ലാം പഠിപ്പിച്ചു. അതിനുശേഷം മഞ്ജുവാണ് ഇവരെല്ലാം പഠിപ്പിക്കുകയും നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നമ്മളിത് ഈ മെഴുകുതിരി ഉണ്ടാക്കി പുറത്ത് വിൽക്കുന്നുണ്ട്, പള്ളികളിൽ വിൽക്കുന്നുണ്ട്. ഓർമ്മകൾക്കിടം കൊടുക്കാതെ ഇവരെ പ്രാപ്തരാക്കുന്നത് ജീവിക്കാനാണ്. കൊഴിഞ്ഞു വീണ കാലങ്ങളിൽ അനുഭവിച്ചതൊക്കെ മറക്കാൻ ഇവരെ ഇന്നിവർ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവർ ഇവരുടെ നിഴലാവുന്നു. നാനേ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്, ചെയ്യുന്നത്, റേഡർ ചെയ്യുന്നത്, എല്ലാവരും നോക്കി പോകുന്നത്, ഉണ്ടാക്കുന്നത്. ഞങ്ങൾ തിരി ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ സന്തോഷം മര്യാദ വന്നിട്ട് അതിജീവനത്തിൻ്റെ ജീവിത വീഥികളിൽ സ്വയം കണ്ടെത്തുന്ന തിരക്കുകളിൽ ലയിക്കുമ്പോൾ എല്ലാം മറക്കാൻ പഠിക്കുന്നു ഇവർ. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി അവരെ പ്രാപ്തരാക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായി ഇവർ മാറുന്നു. ഈ അന്തേവാസികൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതും ഇവർ തന്നെയാണ്. എല്ലാ പ്രവൃത്തികൾക്കും എന്നുപോലെ അടുക്കളയും സജീവമാകുന്നതിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് മിനി സന്തോഷ് കൂടെ നിൽക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഇവരുടെ ചിന്താധാരകളിൽ പുതുജീവന്റെ വെള്ളി വെളിച്ചം തൂവാൻ കലയുടെ വിജയവഴികളൊരുക്കി ഇവർ കാത്തുനിൽക്കുന്നു. ആശയറ്റവരുടെ ആശ്രയ കേന്ദ്രമായി അക്ഷരാർത്ഥത്തിൽ ഈ സദനം മാറുന്നു. 98 ആരംഭിച്ച മര്യാദസ്ഥാനം 2002 കലാസമിതിക്ക് രൂപം കൊടുത്തു. കലാസമിതിയിലൂടെ നാടകവും ഗാനമേളകളും ടെലിഫിലിമുകളും ഒക്കെ അവതരിപ്പിച്ചു. ഇതിൻ്റെ ഒരു മൂല കാരണമായി ഇതിന് ദൈവം വഴിയൊരുക്കിയത് ഇവിടെ ഹാർമോണിയം വായിക്കുന്ന ജാക്സനാണ്. ജാക്സൺ പാലക്കാട് ചെമ്പൈ വൈദ്യനാഥ സംഗീത കോളേജിൽ ഗാനഭൂഷൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസിക ദൗർബല്യമുണ്ടായി. പഠനം പൂർത്തിയാക്കാതെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി. നിരവധി ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും അവസാനം
സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ചങ്ങനാശ്ശേരി ഹോമിയോ കോളേജിൽ റിസർച്ച് യൂണിറ്റിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് പിന്മാറ്റപ്പെട്ട ജാക്സൺ ആ സമയമായപ്പോഴേക്കും ഇറങ്ങി നടക്കാൻ പാടില്ലാത്ത രീതിയിൽ ബന്ധനസ്ഥനായിരുന്നു. ഈ വാർത്തയറിഞ്ഞ മരിയസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. മരിയസ്ഥാനത്തിൽ താമസിച്ചു വരവെ കുട്ടികൾ നടത്തിയ ഒരു കൾച്ചറൽ പ്രോഗ്രാം, ലേബർ ഇന്ത്യ സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ സമയത്ത് ജാക്സൺ തന്നെ എഴുന്നേറ്റ് വന്ന് ഒരു കീർത്തനം ആലപിച്ചു. അതോടുകൂടി ജാക്സന് സംഗീതത്തിലുള്ള പാഠവും ഞങ്ങൾ തിരിച്ചറിയുകയും മരിയസ്ഥാനത്തിലെ ഗാനമേള കലാപരിപാടിയുടെ ഒക്കെ ഇൻസ്ട്രക്ടറായ നമ്മുടെ പ്രിയങ്കരനായ സേവ്യർ എന്ന വോളണ്ടിയർ അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും പാടിച്ചും ഹാർമോണിയം വായിപ്പിച്ചും ഒക്കെയായി പല സ്റ്റേജുകളിലൂടെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വൈദ്യശാസ്ത്രത്തിന് ഒരു അതിശയമായി ജാക്സൺ എന്ന് മാറിയിരിക്കുകയാണ്. ജാക്സനെ പോലെ റോസലി 10 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാളാണ് 17 വർഷങ്ങൾക്ക് മുൻപ്. ഈ 17 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യണമെന്ന് റോസലിക്ക് തോന്നാതിരിക്കുന്നത് മരുന്ന് കഴിച്ചതുകൊണ്ടല്ല, മറിച്ച് വേദികളിൽ പാടാനും അഭിനയിക്കാനും അവസരം ലഭിക്കുന്നതുകൊണ്ട്, മനസ്സിന് ധൈര്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന് വൈദ്യശാസ്ത്രം അങ്ങനെ തന്നെ അംഗീകരിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു പറ്റം കലാകാരന്മാരാണ് ഈ വേദിയിൽ അണിനിരക്കുന്നത്. ഇപ്പോൾ ഇവിടെ പാടാൻ വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ സമൃദ്ധിനാണ്. സമൃദ്ധിൻ ആലപിക്കുന്നത് ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം എന്ന ഗാനം. സ്നേഹമുള്ളവരെ, നമ്മുടെ മരിയസ്ഥാനം മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രത്തിലെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നതാണ് ഗാനമേള. കൂടാതെ ഈ പ്രോഗ്രാം കൊണ്ട് മാനസിക രോഗത്തെപ്പറ്റി പൊതുജന സമക്ഷത്ത് അവയർനെസ് കൊടുക്കുക എന്ന ലക്ഷ്യവും ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി മാനസിക രോഗത്തോടുള്ള സ്റ്റിഗ്മ, ഈ രോഗത്തോടുള്ള അവമതി, മറ്റേത് രോഗത്തെ പോലെയുമാണ് മാനസിക രോഗമെന്ന് മനുഷ്യർക്ക്, ലോകജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. യേശുവെന്തേ പ്രാണനാഥൻ
യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം യേശുവന്റെ പ്രാണനാഥൻ യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം. നിന്നിലേക്ക് തീർത്ഥയാത്ര യേശുവന്റെ മാർഗ്ഗദീപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവന്റെ മാർഗ്ഗദീപം നീ എൻ്റെ മാനസം പോകുകില്ലേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ നീ എൻ്റെ മാനസം പോകുകില്ലേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. അടുത്ത ഗാനം ആലപിക്കുന്നത് ജീവനാണ്. ഈ ജീവൻ മരിയസ്ഥാനത്തിൻ്റെ ജീവനാണ്. ഈ ജീവനെ മരിയസ്ഥാനത്തിന് കിട്ടിയത് ചിലപ്പോൾ ജീവൻ പോകുമെന്ന് പറയും. ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ മരിയസ്ഥാനത്തിൻ്റെ ജീവൻ പോകും. അത്രമാത്രം ജീവൻ മരിയസ്ഥാനത്തെ സ്നേഹിക്കുന്നു. മരിയസ്ഥാനത്തിലെ ആളുകൾ ജീവനെ സ്നേഹിക്കും. കൊച്ചിൻ സെറ്റിൽമെൻറ്റിൽ, പള്ളൂരുത്തി സെറ്റിൽമെൻറ്റിൽ ഒരു ഗാനമേള അവതരിപ്പിക്കാൻ പോയപ്പോഴാണ് ജീവൻ മരിയസ്ഥാനം ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത്. അന്ന് അവിടുത്തെ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു, എനിക്ക് മരിയസ്ഥാനത്തിൽ സന്തോഷേട്ടൻ്റെ അടുത്ത് പോകണം. അങ്ങനെ ജീവൻ്റെ ആ ഇഷ്ടപ്രകാരം നമ്മളവിടെ പോയി എടുത്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ശരിയല്ലേ? ആണ്. ജീവൻ നല്ലൊരു പാട്ടുകാരനാണ്. ജീവൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു 3-4 വരികൾ പാടും. ഈശോയുടെ അങ്ങേയറ്റം ഭക്തിയുണ്ട്. എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. കണ്ണീരെല്ലാം തുടച്ചിടുവാൻ സ്വർഗ്ഗാധിരാജൻ വന്നിടുന്നു. കണ്ണീരെല്ലാം തുടച്ചിടുവാൻ സ്വർഗ്ഗാധിരാജൻ വന്നിടുന്നു. വേദനയാൽ തളരും നേരം താങ്ങിടുവാൻ വന്നിടുന്നു. വേദനയാൽ തളരും നേരം താങ്ങിടുവാൻ വന്നിടുന്നു. രോഗത്താലേ ഞാൻ തളർന്നിടുമ്പോൾ എൻ രോഗശയ്യയിൽ താങ്ങുന്നുണ്ട്. രോഗത്താലേ ഞാൻ തളർന്നിടുമ്പോൾ എൻ രോഗശയ്യയിൽ താങ്ങുന്നുണ്ട്. പീഡിതനായ കരുണേ, പീഡിതനായ താരയുണ്ട്. പീഡിതനായ കരുണേ, പീഡിതനായ താരയുണ്ട്. കണ്ണീരെല്ലാം തുടച്ചിടുവാൻ സ്വർഗ്ഗാധിരാജൻ വന്നിടും. ഇപ്പോൾ ഈ റോസലിയെ പറ്റിയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. 9 തവണ സൂയിസൈഡിൽ അറ്റംപ്റ്റ് ചെയ്ത്, എന്നാലിപ്പോൾ ചെയ്യാനായിട്ട് ഒട്ടും തോന്നുന്നില്ല. ആ തോന്നാതിരിക്കുന്നതിന് കാരണം കലയുടെ സ്വാധീനം ഈ മനസ്സിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ്.
ഷിബ വന്നിട്ട് വർഷങ്ങളായി. ഷിബ നമ്മുടെ ഗാനമേള ട്രൂപ്പിലെ അഭിവാജ്യ ഒരു ഘടകമാണ്. തമിഴ് ഹിന്ദി ഗാനങ്ങളിലാണ് കൂടുതൽ പാടുന്നത്. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി എന്ന ഗാനം ആലപിക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. എൻ്റെ പിതാവേ, നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാൻ അറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി. നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ. ഇനി